സമസ്ത സെന്റിനറി സമ്മേളനത്തിൻ്റെ ഭാഗമായി വളരെ വിസ്മയിപ്പിക്കുന്ന ഗ്ലോബൽ എക്സ്പോ അതിൻ്റെ 3-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3-ാം ദിനം സമാപിക്കുമ്പോൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സ്റ്റാളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എക്സ്പോയിൽ വന്ന ഏതൊരുത്തനും അതിന് കിട്ടുന്ന 3 സംഭവങ്ങളുണ്ട്. പ്രധാനമായും പഠിതാക്കൾക്ക് പഠിക്കാനും ചിന്തകന്മാർക്ക് ചിന്തിക്കാനും കാണുന്നവർക്ക് കാഴ്ചകൾ ആസ്വദിക്കാനും അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ എക്സ്പോയാണ് നമ്മുടെ ഇവിടെ സമ്മേളന നഗരിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സമ്മേളനത്തിൻ്റെ സമാപന ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കഴിഞ്ഞ 2 ദിവസം സ്ത്രീകൾക്കും ഇന്ന് മുതൽ പുരുഷന്മാർക്കുമാണ് നമ്മുടെ ഗ്ലോബൽ എക്സ്പോ തുറന്നിരിക്കുന്നത്. രാവിലെ മുതൽക്ക് തന്നെ നിരന്തരം ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് പലർക്കും പങ്കുവെക്കാനുള്ളത്. കാരണം ചിന്തിക്കാനും പഠിക്കാനും വിവിധങ്ങളായ സ്റ്റാളുകൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ അവർക്ക് ഓരോ സ്റ്റാളുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്പെയിനിനെ ഓർമ്മിക്കുന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജുകൾ സ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. രണ്ടാമത് ചിന്തിക്കാൻ ഉതകുന്ന ഒരു വ്യക്തി ഇസ്ലാമിക ചുറ്റുപാടിൽ അവന് വളരേണ്ട സാഹചര്യങ്ങൾ, അവനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു വൈവിധ്യം നിറഞ്ഞ പഠിക്കാൻ ഒരുപാടുള്ള അത്തരം സംഭവങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഏറ്റവും ആകർഷണീയമായി നമ്മൾ പിന്നെ പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മുടെ വിവിധങ്ങളായ ഇസ്ലാമിക സ്ഥാപനങ്ങൾ, കേരളത്തിലെ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ആ കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ഇവിടെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഓരോ ടോപ്പിക് ബേസ് ആക്കിയിട്ട് കുട്ടികൾ പിന്നെ ഓരോ സ്റ്റാളുകളിലും അവർക്ക് നൽകപ്പെട്ട ടോപ്പിക്കുകളിൽ വളരെ മനോഹരമായ രീതിയിൽ പിന്നെ വിവിധ സ്റ്റാളുകളിൽ അവരുടെ കഴിവുകളും പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് കാലിഗ്രഫി പരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ടീം. അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ എക്സ്പോയാണ് നമ്മുടെ സമ്മേളന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഏകദേശം തൊട്ടു ബാക്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഖാദി മുഹമ്മദ് സ്മാരക ഒരു പവിലിയനാണ്. ആ ഒരു വേദിയിൽ നിരന്തരം ഓരോ ദിവസവും ഇസ്ലാമിക് കൾച്ചറൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ബുർദ മജ്ലിസും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ബറാഅത്ത് രാവാണ്. ഇന്നൊരു ഒരു ആത്മീയ മജ്ലിസും കൂടി അവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും അവർക്ക് ആസ്വദിക്കുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിതാക്കൾക്ക് പഠിക്കാനും കാഴ്ചക്കാർക്ക് കാണാനും ചിന്തകന്മാർക്ക് ചിന്തിക്കാനും ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലോബൽ എക്സ്പോ കണക്റ്റിംഗ് ദ ഡോട്ട് എന്ന് പറഞ്ഞുള്ള ശീർഷകത്തിലാണ് നമ്മുടെ ഈ സെന്റിനറി സമ്മേളനത്തോട് അനുബന്ധിച്ച് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് വൈവിധ്യങ്ങളുടെ അനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. കാരണം 2 ദിവസങ്ങൾ സ്ത്രീകളുടെ തിക്കും തിരക്കായിരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പ്രതീക്ഷകൾക്കപ്പുറം 20,000 ആളുകളെ ആയിരുന്നു നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകൾ. പക്ഷേ ആ ഒരു കണക്ക് കൂട്ടുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒഴുകിയെത്തിയത് ഏകദേശം 1,00,000 ആളുകളാണ്. അവർക്കൊക്കെ അതിൽ ഏകദേശം അവസാനം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ പല ആളുകൾക്കും പലതും ചിന്തിക്കാനും പഠിക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സമസ്തയുടെ കാലങ്ങളായി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതുകൂടി തന്നെയാണ്. കാരണം അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിലൂടെ അവർക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരമാണ് ഇവിടെയും ഈ എക്സ്പോയിലൂടെ കൂടെ സമസ്ത പിന്നെ തുറന്ന് കൊടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഈ എക്സ്പോ നഗരിയിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പോ സൈറ്റിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഉള്ളതും ഈ ഒരു എല്ലാ സ്റ്റാളുകളിലും വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ എടുത്തു പറയുന്നുള്ളത് നമ്മുടെ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആ കുട്ടികൾ അവരുടെ കഴിവുകളും കൂടി ഇവിടെ എക്സ്പോസ് ചെയ്യുകയാണ്. അത് പ്രധാനമായും നമുക്കിവിടെ കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേറ്റിംഗ് ദ സ്റ്റുഡൻറ്റ്, നമ്മുടെ ഏകദേശം 12ഓളം സ്ഥാപനങ്ങൾ നമ്മുടെ ഈ എക്സ്പോയുടെ ഭാഗമായിരിക്കുകയാണ്. ഇമാം ഷാഫി ബോയ്സ് ക്യാമ്പസ്, അതുപോലെ തന്നെ ജാമിയ റഹ്മാനിയ ഇസ്ലാമിയ കടമേരിയില, അതുപോലെ തന്നെ ആലത്തൂർ പടി ദർസ്, അതുപോലെ തന്നെ ജാമിയ ജലാലിയ സ്ഥാപനം, ബഹജത്തുൽ ഹുദ ദർസ് കുട്ടികൾ, അതുപോലെ തന്നെ ഷംസുല്ലാം ഇസ്ലാമിക് അക്കാദമി വേങ്ങപ്പള്ളി, ദാറുസ്സലാം തർക്കിയത്ത് ഹിഫ്ദ് കോളേജ് കൊയിലാണ്ടി കോഴിക്കോട്, അതുപോലെ തന്നെ ഇമാം ഷാഫി ഷീ ക്യാമ്പസ്, അതുപോലെ തന്നെ കുമ്പളയിലുള്ള അൻസാറുൽ ഇസ്ലാം ദർസ് വിദ്യാർത്ഥികൾ, നൂറുൽ ഇസ്ലാം ഷീ ക്യാമ്പസ്, ഗ്രേസ് വാലി ഇസ്ലാമിക് കോളേജ് ഫോർ ഗേൾസ്, ദാറുസ്സലാം ജൂനിയർ കോളേജ് എന്നീ 12ഓളം വരുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അത് എടുത്തു പറയേണ്ടത് വ്യത്യസ്തങ്ങളായ ടോപ്പിക്കുകൾ ബേസ് ആയിട്ടാണ്. ഓരോ പിന്നെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും
ഇസ്ലാമിക് ഗോൾഡൻ ഏജസ്, ഇസ്ലാമിക് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഗോളശാസ്ത്രപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇലക്ട്രിക് സിറ്റിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ആധുനിക ടെക്നോളജികൾ കൊണ്ടുണ്ടാകുന്ന ഫ്യൂച്ചർ ഓഫ് ഇസ്ലാം, അങ്ങനെ തുടങ്ങിയ വിവിധ ടോപ്പിക്കുകൾ ബേസ് ആക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വ്യത്യസ്തമായ ഒരു പവിലിയൻ കൂടിയാണ് നമ്മുടെ 12ഓളം വരുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന ഈ പവിലിയൻ. ഇതും എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പവിലിയൻ കൂടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മറ്റൊരു പവിലിയനിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും AI ഉസ്താദ് എന്ന് പറഞ്ഞുള്ള ഒരു പവിലിയനാണിത്. ഇവിടെ പ്രധാനമായും ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് കാലത്ത്, ChatGPT കാലത്ത് ഇവർ ഉദ്ഘോഷിക്കുന്നത് കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്തുഹുൽ മൊയ്നിനെ ആസ്പദമാക്കി നമുക്ക് മറുപടി കിട്ടുന്ന AI ഉസ്താദാണ്. നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കാരണം അത് കൗതുകം തോന്നുന്ന സംഭവമാണ്. AI ഉസ്താദ് എന്താണെന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കത് കൂടുതൽ ഇവിടുത്തെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളുകളോടും ചോദിക്കാം. കാരണം ഏറ്റവും കൗതുകമാണല്ലോ ഈ ChatGPT കാലത്ത് AI ഉസ്താദ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണോ, അല്ലെങ്കിൽ എന്താണ് എന്ന് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. AI ഉസ്താദ് എന്താണ് AI ഉസ്താദ്? AI ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെമിനി, ChatGPT ഒക്കെ പോലെ തന്നെയുള്ള ഒരു AI ചാറ്റ് ബോട്ടാണ്. പക്ഷേ വ്യത്യാസം വരുന്നത്, ഇത് ഒരു ഉസ്താദിൻ്റെ ക്യാരക്ടറുള്ള, അതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു ഉസ്താദിൻ്റെ ക്യാരക്ടറുള്ള AI ചാറ്റ് ബോട്ട്. അതോടൊപ്പം തന്നെ ഫിഖ് പരമായിക്കൊണ്ട് ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്ന ഒരു AI ചാറ്റ് ബോട്ട്. അപ്പോൾ അത്തരത്തിൽ ഫത്തുഹുൽ മൊയ്ൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള മസ്അലകൾ, അതുപോലെ അഖീദപരമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ നൽകുന്ന, അതും ആക്യുറസിയോടെ ഉത്തരം നൽകുന്ന ഒരു ചാറ്റ് ബോട്ട്. അതുപോലെ തന്നെ സമസ്തനെ കുറിച്ചിട്ടുള്ള ഡാറ്റകളും നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫിഖ് പരമായി മാത്രമാണോ, അല്ലെങ്കിൽ ഇസ്ലാമികപരമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലും ഇതിലുണ്ടോ? ഇസ്ലാമികപരമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും പറയും, പക്ഷേ കാര്യമായി ഫോക്കസ് ഫിഖ് പരമായ കാര്യങ്ങൾ, അതുപോലെ അഖീദപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. വളരെ കൗതുകമായ കാര്യമാണ്. കാരണം AI ഉസ്താദ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ടാഗ് ലൈൻ, ആ ഒരു പേര് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത്, പുതിയ ടെക്നോളജി ഡെവലപ്പ് ആകുന്ന കാലത്ത് ഏറ്റവും ഉപകാരപ്പെടുന്ന മറ്റൊരു വേർഷൻ കൂടിയാണ് നമ്മുടെ ഈ എക്സ്പോ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഈ ഒരു പവിലിയൻ പല ആളുകളും വന്ന് കൗതുകത്തോടെ കാണുന്ന ഒരു പവിലിയനും കൂടിയാണ്. ഏതായാലും ഈ ഒരു സെറ്റപ്പും കൂടി നമുക്ക് ഏറ്റവും ആകർഷണീയമായ ഒന്നും കൂടിയാണ്. പരന്നു കിടക്കുന്ന ഈ എക്സ്പോ നഗരിയിലെത്തിയാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് പഠിക്കാനും സാധിക്കുന്നുള്ളത്. സമസ്ത ഉദ്ഘോഷിക്കുന്ന പോലെ തന്നെ വിദ്യാഭ്യാസപരമായി വിജ്ഞാന പ്രസരണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മഹത്തായ സമസ്തകൾ ജമിയത്തുൽ ഉലമ കൂടിയാണ്. സമസ്തകൾ ജമിയത്തുൽ ഉലമ മദ്രസ തലം മുതൽ ഓരോ കുട്ടിയെയും വളർത്തിക്കൊണ്ടുവരുന്നത് വിജ്ഞാനം നൽകിക്കൊണ്ടാണ്. നമുക്ക് ഈ ഒരു നഗരിയിലെത്തുമ്പോഴും അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. മാത്രമല്ല ഒരുപാട് പുതിയ കാഴ്ചകളും പുതിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഉതകുന്ന രൂപത്തിലുള്ളൊരു ആവിഷ്കാരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. സംസ്ഥയുടെ സെൻറ്റനറി സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഈ ഗ്ലോബൽ എക്സ്പോ ഇന്ന് 3-ാം ദിനം അവസാനിക്കുമ്പോൾ തുടർന്നുള്ള നാളുകളിലും ആളുകൾ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചില കാഴ്ചകൾ മാത്രമേ നമുക്കിതിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്താനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഏതായാലും പരന്നു കിടക്കുന്ന ഈ ഒരു നഗരി, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം മുഴുവനും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു ആവിഷ്കാരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. തുടർന്നുള്ള ദിനങ്ങളിലുള്ള പുതിയ അപ്ഡേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ഫോളോ ഗൾഫ് സുപ്രഭാതം.